ആലുവയിൽ അൻവർ സാദത്തിന്റെ റോഡ് ഷോ മുന്നേറുകയാണ്. ചാണ്ടി ഉമ്മൻ MLA-യും ഒപ്പമുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഒരു കോട്ടയെന്നൊക്കെയാണ് ആലുവയെ വിശേഷിപ്പിക്കാറ്. ഇപ്രാവശ്യം AM ആരിഫാണ് വന്നിരിക്കുന്നത്. LDF-ന്റെ ടൈറ്റാണോ, എങ്ങനെയാണ്? അല്ല, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ആരാന്നുള്ള പ്രശ്നമല്ല. അത് ഒരു പാർട്ടി സ്ഥാനാർത്ഥി നിർത്തുള്ളൂ, അതായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ ആലുവയിൽ UDF ഉറപ്പാണ്, നല്ല ഭൂരിപക്ഷത്തേക്കും. കാരണം നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 18,800 ചില്ലാൻ ഭൂരിപക്ഷം, അതിലൊക്കെ മേലിൽ നമുക്ക് ഭൂരിപക്ഷം യാതൊരു സംശയമില്ല. 4ാം വട്ടമാണ് താങ്കൾ മത്സരിക്കുന്നത്. ഇപ്പോൾ ആലുവയിൽ UDF പ്രവർത്തകരെ പറയുന്നുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രി എന്നൊക്കെ തലത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ്? അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടിയാണല്ലോ നമ്മളെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത്. പിന്നെ അതിനുശേഷം ഏത് തീരുമാനം പാർട്ടി എടുക്കുന്നത്. ചാണ്ടി ഉമ്മൻ കൂടി ചേരുകയാണ്. 100 സീറ്റിന്റെ ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് എല്ലാവരും. 100% അത് നടക്കും. UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇവിടെ ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം അത് അവസാനിക്കാനുള്ള അവസാന സമയമാണ്. ഈ വയനാട് ഫണ്ട് വിവാദം LDF ശക്തമായി ഉയർത്തുന്നു. ആദ്യഘട്ടത്തിൽ കണക്ക് പുറത്തുവിടണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പണി തീരുമ്പോൾ പുറത്തുവിടാമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പിന്നീട് കണക്ക് പുറത്തുവിടേണ്ടി വരുന്നു. ആ കണക്കിനെ ചൊല്ലി വലിയ ചർച്ചയും വിവാദവും ഒക്കെ ഉണ്ടാകും. അയ്യപ്പനെ സ്വർണം കൊള്ളയടിച്ച സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അയ്യപ്പനെ കൊള്ളയടിച്ചതിന്റെ കാര്യം കൂടെ അവർ പറയട്ടെ, അതൊരു ബാക്കി പറയാം. ഈ മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് പല നിലപാടുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ മുന്നിൽ പറയുന്ന ഒരു സംസാരമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലോ? അദ്ദേഹത്തിന് പറയുന്നതിന് എന്താ പാടില്ലേ? അതേ ഇവിടുത്തെ പൗരനല്ലേ, ഇവിടുത്തെ നാട്ടിലെ ഒരു അംഗമല്ലേ, ഒരു വ്യക്തിസ്വാതന്ത്ര്യം ഇല്ലേ? അത് നിങ്ങളതിനത് തടയുന്നത്. അപ്പൊ താങ്കൾ പല സ്ഥലങ്ങളിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണ്. പുതുപ്പള്ളി ഞങ്ങളുടെ പ്രവർത്തകരെ നോക്കുന്നുണ്ട്, ഞാനും അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ സഹപ്രവർത്തകരെല്ലാം നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനും പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.